ഹലോ, എല്ലാവർക്കും നമസ്കാരം. അടുത്ത വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഒരു ഈസി ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ ആകെ കൺഫ്യൂഷനാണ് എന്താണെന്ന് ചെയ്യുക. അപ്പോൾ അതിന് പറ്റിയ ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് നീർദോശ. ഈ നീർദോശ ഉണ്ടാക്കുന്നതിന് അരി കുതിർക്കാതെയും അരയ്ക്കാതെയും തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഒന്ന് കണ്ടു നോക്കാം. അതിനായി 1 കപ്പ് അരിപ്പൊടി, ഇത് ഇടിയപ്പപ്പൊടിയോ അപ്പപ്പൊടിയോ ആയിരിക്കണം എടുക്കേണ്ടത്. പിന്നെ 1 പിടി തേങ്ങ നന്നായിട്ട് അരച്ചെടുത്തത്, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും വെള്ളവും. ഇനി ഒരു ബൗളിലേക്ക് 1 കപ്പ് അരിപ്പൊടി ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നന്നായി അരച്ച തേങ്ങ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ച് കട്ടയില്ലാതെ നന്നായിട്ട് കലക്കിയെടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം വീണ്ടും വെള്ളം ഒഴിച്ച് നന്നായി ലൂസായി കലക്കിയെടുക്കണം. 1 കപ്പ് അരിപ്പൊടിക്ക് 2.5 മുതൽ 3 കപ്പ് വരെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. എങ്കിലേ നീർദോശ നല്ല കനം കുറച്ച് ഉണ്ടാക്കിയെടുക്കാൻ പറ്റത്തുള്ളൂ. ഇനി ഒരു പാൻ അടുപ്പിൽ വയ്ക്കാം. ചൂടായ പാനിലേക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം. ഇത് ഓരോന്നും ഒഴിക്കുമ്പോഴും മാവ് നന്നായി ഇളക്കി കലക്കി വേണം ഒഴിക്കേണ്ടത്. ഇനി ഇതൊന്ന് മൂടി വയ്ക്കാം. മൂടി വെച്ച ഉടനെ തന്നെ എടുക്കാം. വേണമെങ്കിൽ ഒരല്പം നെയ്യ് തൂകിക്കൊടുക്കാം. ഇങ്ങനെ ഓരോ നീർദോശയും ഉണ്ടാക്കിയെടുക്കാം. ഇനി നീർദോശയ്ക്ക് ഒരു തക്കാളി ചട്നി തയ്യാറാക്കാം. അതിനുവേണ്ടി 4 തക്കാളി, 1 സവോള, 4 വറ്റൽമുളക്, 1 കഷ്ണം ഇഞ്ചി, 6 അല്ലി വെളുത്തുള്ളി, 1 ടേബിൾ സ്പൂൺ ഉഴുന്നുപരിപ്പ്, പിന്നെ 1 പൊടിക്ക് വാളൻപുളി. സവോളയും തക്കാളിയും വലിയ കഷ്ണങ്ങളായി അരിഞ്ഞെടുക്കാം. ഇഞ്ചി ചെറുതായിട്ടൊന്ന് അരിഞ്ഞിടാം. ഇനി ഒരു കടായി അടുപ്പിൽ വെച്ചതിന് ശേഷം കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ഉഴുന്നുപരിപ്പ് ഇട്ട് കൊടുക്കാം. വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. ഇനി സവോള, വെളുത്തുള്ളി, ഇഞ്ചി ഇവ ഇട്ട് കൊടുക്കാം. സവോള കുറച്ചൊന്ന് വഴന്നതിന് ശേഷം തക്കാളി ഇട്ട് കൊടുക്കാം. അല്പം പുളി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് എല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയ ശേഷം മൂടി വയ്ക്കാം. ഇപ്പോൾ തക്കാളി സവോളയൊക്കെ നന്നായിട്ട് വഴന്നിട്ടുണ്ട്. തണുത്തതിന് ശേഷം അരച്ചെടുക്കാം. ഇനി ചട്നി തയ്യാറാക്കാം. ഇനി ഒരു കടായി അടുപ്പിൽ വെച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി കഴിയുമ്പോൾ കടുകിട്ട് കൊടുക്കാം. ഇനി വറ്റൽമുളകും കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കാം. മുളക് പൊടി ഇട്ട ഉടനെ തന്നെ തക്കാളി അരച്ചത് ഒഴിച്ചു കൊടുക്കണം.
ഇല്ലെങ്കിൽ മുളക് പൊടി പെട്ടെന്ന് കരിഞ്ഞു പോകും. എണ്ണയിൽ നന്നായിട്ട് വഴറ്റിയ ശേഷം അല്പം വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക. ഉപ്പ് ചേർത്ത ശേഷം ഒന്ന് ഇളക്കി ഫ്ലെയിം കുറച്ച് മൂടി വയ്ക്കുക. തുറന്നു വെച്ചാൽ ഇത് പൊട്ടിത്തെറിച്ച് മുഖത്ത് വീഴാൻ ചാൻസ് ഉണ്ട്, അതുകൊണ്ടാണ് മൂടി വയ്ക്കുന്നത്. തക്കാളി ചട്നി വെള്ളമൊക്കെ വറ്റി നന്നായിട്ട് കുറുകിയിട്ടുണ്ട്. എണ്ണ നന്നായി തെളിയുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക. തക്കാളി ചട്നി റെഡി ആയിട്ടുണ്ട്. പിന്നെ നല്ല സോഫ്റ്റ് നീർദോശയും തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈസി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറായിട്ടുണ്ട്. ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. താങ്ക് യു.